മരണാന്തകമായ കാൽവരിയിലെത്തി. ഇനി ഗാഗുൽത്തയുടെ ഊഴമാണ്. കൊടിയ പാപത്തിൻ്റെയും ആ പാപത്തിൻ്റെ പ്രതിഫലമായി നൽകപ്പെട്ടിരുന്ന വധശിക്ഷകളുടെയും ചരിത്രം പറയുന്ന മണ്ണാണത്. അവിടെയാണവർ യേശുവിനെ ഒരു മരക്കുരിശിൽ കിടത്തി ആണികളാൽ ബന്ധിച്ച് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നാട്ടി നിർത്തിയത്. ആ കുരിശിൽ കിടന്ന് അവൻ വിതുമ്പി, എല്ലാം പൂർത്തിയായി. അങ്ങനെ ആ ശപിക്കപ്പെട്ട ഇടം യേശുവിൻ്റെ പാദമുദ്രകൾ പതിഞ്ഞ പുണ്യഭൂമിയായി, വിശുദ്ധിയുടെ ബലിപീഠമായി. അവനെ മുറിവേൽപ്പിച്ച ആണികൾ തിരുശേഷിപ്പുകളായി. അവനെ ബന്ധിച്ച കുരിശ് രക്ഷയുടെയും വീണ്ടെടുക്കലിൻ്റെയും അടിസ്ഥാനമായി മാറി. ഫ്രാൻസിസ് പാപ്പ പറയുന്നു, ക്രൂശിതനായ ഈശോ കുരിശിൽ നിശ്ചലനായി കിടന്നത് അവൻ്റെ ആണികളുടെ ശക്തിയാലല്ല, മറിച്ച് അവിടുത്തെ സ്നേഹത്തിൻ്റെ ആധിക്യത്താലാണത്രേ. അതെ, കുരിശും ക്രൂശിതനും അളവറ്റ സ്നേഹത്തിൻ്റെ അടയാത്ത പുസ്തകം തന്നെയാണ്. അമ്മയുടെ മടിത്തട്ടിൽ എന്ന പോലെ സംരക്ഷണമുണ്ടവിടെ. അതുകൊണ്ട് അതിൽ ആശ്രയിക്കുന്നവർക്കൊക്കെ ആശകൾ ഒരിക്കലും അസ്തമിക്കുകയില്ല. ഒപ്പം പ്രത്യാശ തളിരണിയുക തന്നെ ചെയ്യും. ലോകം ചെയ്ത തിന്മകളോട് ദൈവം പ്രതികരിച്ച രീതി കുരിശെങ്കിൽ, ഇന്ന് ലോകത്തിൽ കാണുന്ന തിന്മകളോട് നാം പ്രതികരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ കുരിശിലൂടെ തന്നെയായിരിക്കണം. കാരണം അതിന് സ്നേഹം മാത്രമേ ഉള്ളൂ, സ്നേഹം മാത്രം. ഉറവ് പറ്റാത്ത അരുവി പോലെ നിർഗളിക്കുന്ന സ്നേഹം. ആ സ്നേഹത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാനാവട്ടെ. ആമേൻ.